നാരങ്ങ ആയിരിക്കും അല്ലേ? നാരങ്ങയാണോ മാങ്ങയാണോ എന്നാ നമ്മൾ മറന്നുപോയി. എന്താ എരിയുന്നുണ്ടോ? എടി വെള്ളം എടുത്തിട്ട് വാ. പഞ്ചസാര കുറച്ച് പഞ്ചസാര എടുത്തു. പഞ്ചസാര വാ കാണിക്കാൻ തട്ടിത്തരാം. അടിപൊളി. കുറച്ചുകൂടി കഴിക്ക്. കഴിച്ചോ. വേണുക്കുട്ടാ സരിത നേരത്തെ പറയരുതെന്ന് പറഞ്ഞൊരു രഹസ്യമില്ലേ, അതൊന്ന് നമ്മളോടൊന്ന് പറയൂ. അത് അവൾ എന്നോട് ആരോടും പറയരുതെന്ന് പറഞ്ഞല്ല, അപ്പൊ പിന്നെ എങ്ങനെ പറയാൻ പറ്റും? അല്ല വേറെ ആരോടും അല്ലല്ലോ വേണുക്കുട്ട, എന്നോടും പിള്ളേരോടും അല്ലേ? ഇല്ല, അത് പറയാൻ പറ്റില്ല. എന്തോ ഞങ്ങളോട് പറ. ഒന്ന് പറയാൻ പറ്റില്ല. നിർത്തടാ. നമ്മളെ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ വേണുക്കുട്ടൻ അത് പറയും. എന്നെങ്ങനെ വിഷമത്തിൽ ആക്കല്ലേ ചേച്ചി നിങ്ങള്? പറയടാ വേണുക്കുട്ട. പറയാം സമാധാനപ്പെടും. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അപ്പച്ചി ഞാനും ഒരേ ബാച്ചിൽ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. എന്റെ വേണമെങ്കിൽ നോവൽ പറയല്ലേ, ഇതൊക്കെ ഷോർട്ടാക്കി പറ, ചെറിയ കഥയായിട്ട് പറയാം. നിങ്ങളുടെ അപ്പച്ചിയും ഞാനും കൂടെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അതൊക്കെ ആണല്ലോ. വേണുക്കുട്ട രഹസ്യല്ലേ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ പറഞ്ഞുതരാം. അവളെ കിടിലിനായിട്ട് പറയും. അതെ, 10ാം ക്ലാസ്സിലെ കെമിസ്ട്രി പരീക്ഷ ഞാനും ഇവനും അടുത്തടുത്തിരുന്നാണ് പരീക്ഷ എഴുതിയത്. എന്റെ ആൻസർ ഷീറ്റ് നോക്കിയാണ് ഈ മരപ്പെട്ടി എഴുതിയത്. എന്തൊരവസ്ഥ. പരീക്ഷ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോ ബാക്കി ഞാൻ പറയാം. അവള് പൊട്ടി, ഞാൻ ജയിച്ചു. നീ സാറിനോടൊന്നും പറഞ്ഞില്ലേ? സാറിനോട് പറഞ്ഞു. അങ്ങേരെ എന്റെ ആൻസർ ഷീറ്റ് നോക്കിയിട്ട് 5 മാർക്ക് പിന്നെയും കിട്ടി. എന്തിനാ 5 മാർക്ക് വെട്ടി കുറച്ചെന്നറിയോ? ഞാൻ പറയും 5 മാർക്ക് വെട്ടി കുറച്ചതേ, ഇവളൊരു ഗൈഡ് നോക്കിയാണ് കോപ്പി അടിച്ചത്. ആ ഗൈഡാണ് ഈ പൊട്ട തെറ്റായിരുന്നു. അത് ആ മാഷിന് മനസ്സിലായി. അതുകൊണ്ടാണ് 5 മാർക്ക് വെട്ടി കുറച്ചത്. നിന്റെ അച്ഛൻ എത്ര നല്ല മനുഷ്യനായിരുന്നടി, അങ്ങനെ കൂടെ നീ നാണം കെടുത്തി. എന്തൊരു കോപ്പി അടിക്കാൻ നടക്കുന്ന നാണം കെട്ടവള്. നാണം കെട്ടത്. ഇതാണോടാ നീ പറഞ്ഞ വലിയ രഹസ്യം? നിന്നെ ഇനി വീടിന്റെ പരിസരത്ത് കാണാൻ പാടില്ല. എനിക്കറിയാൻ പാടില്ല. നിനക്ക് രഹസ്യം കേൾക്കണ്ടേ? രഹസ്യം എന്നുള്ള വാക്കും ഉണ്ടാൻ പാടില്ലേ ചേച്ചി? എന്റെ വേറെ രഹസ്യങ്ങളുണ്ട് കേട്ടാ. നിന്റെ രഹസ്യം ആയിരിക്കും കേൾക്കണ്ട. നീ പോടാ, നിങ്ങൾ അകത്തോട്ട്. കാണാം കേട്ടാ. ബൈ. കാണേ. ഈ വീട്ടിൽ എല്ലാത്തിനും ഓന്നിന്റെ സ്വഭാവമാണ്. അറിഞ്ഞ നമ്മുടെ മമ്മദിന് ലോട്ടറി അടിച്ചു. ഏത് മമ്മതാടാ? നമ്മുടെ മീൻകാരൻ മമ്മദിന്. അപ്പൊ ഇനി അവന് മീനൊന്നും വെക്കാൻ പോകണ്ടല്ലോടോ? ലോട്ടറി അടിച്ചെന്ന് അറിഞ്ഞുടനെ തന്നെ അവൻ വണ്ടിയും പെട്ടിയൊക്കെ വിൽക്കാൻ വേണ്ടി നടക്കുക. അപ്പൊ നമ്മളിനി മീൻ ആരോടാ മേടിക്കുന്നേ? എടി, അവൻ മീൻ കച്ചവടമൊന്നും നിർത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പൊ നിങ്ങളല്ലേ പറഞ്ഞ വണ്ടിയൊക്കെ വിൽക്കാൻ പോവാന്ന്? പറയണ കേക്കൂ. ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇവൻ പെട്ടിയും വണ്ടിയും എല്ലാം വിൽക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയി. കൂട്ടത്തിൽ ലോട്ടറി കടയിൽ കൊണ്ടുപോയി ലോട്ടറി അടിച്ചു. എത്ര അടിച്ചെന്നറിയാവോ? 100 രൂപ. എനിക്കിപ്പോഴാ സമാധാനമായത്. കുശുമ്പി. സരിതേ, നിനക്ക് ഇതൊന്നും കണ്ടിട്ട് ചിരി വരുന്നില്ല? ഇതിനകത്ത് ചിരിക്കാൻ? ഭക്ഷണം കഴിക്കുമ്പോ വർത്താനം പറയാനും ചിരിക്കാനും നമ്മളെന്താ പിള്ളേരാണോ? ഓ, പിള്ളേര് മാത്രമല്ല ഭക്ഷണം കഴിക്കുമ്പോ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. എന്റെ മോൾക്ക് ഭക്ഷണം കഴിക്കുമ്പോ വർത്താനം പറയണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ ആരും അങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അത് ചിരിയും കളി ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നും അല്ല, നിന്റെ തിരുമോന്ത കണ്ടോണ്ടായിരിക്കും അവള് ചിരിക്കാത്തത്. എന്റെ മോന്തത്തിന്റെ കുഴപ്പം? നിന്റെ മോന്ത നീ വല്ലപ്പോഴൊക്കെ കണ്ണാടി പോയി നോക്കടി. ഒരു ഭൂതപ്രേതത്തിന് ലുക്ക് ഉണ്ട് നിനക്ക്. ഓ, എന്നെ പ്രേതാണെന്നല്ലേ? എന്താ സംശയം? ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ മോന്തക്ക് കുഴപ്പം. അങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നോ?
അമ്മ ഒരു ചായ. നിന്റെ മോൻ എന്താടി ഇപ്പോഴാണ് നേരം എടുത്തത്? അവനെ എന്റെ മോളെ പോലെ 1 മണി വരെ PSC ഇരുന്ന് പഠിച്ചു കാണും. എന്റെ മകൻ അങ്ങനെ 1 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച് ആരും അനുകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ മോൻ എക്സ്ട്രാ ഓർഡിനറിയാ. അവൻ പെട്ടെന്നെല്ലാം മനസ്സിലാക്കും അല്ലേട്ടാ? അവൻ ഓർഡിനറി സൂപ്പർ ഫാസ്റ്റ് ഒന്നായിട്ടല്ല, അവൻ മടിയനാണ്. അതുകൊണ്ടാണ് അവൻ ലേറ്റ് ആയത്. മടിച്ച് നിന്റെ മോളടി. എന്റെ മോളെ പറ്റി പറഞ്ഞോണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഞാൻ ഇനിയും പറയൂടി. എന്നാ പറഞ്ഞു നോക്ക്. മടിച്ച് നിന്റെ മോൾ തന്നെയാണ്. ഒന്നുകൂടി പറഞ്ഞു നോക്ക്. നിന്റെ മോള് മടിച്ച് 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 കോഴി മടിച്ച. നിങ്ങളുടെ മക്കളെല്ലാവരും എന്താ മടിയനും മടിച്ചും എല്ലാം മതയന്മാരുമാണ്. എന്റെ സരിത ഒന്നും മിണ്ടാണ്ടിരിക്കടി. അമ്മയുടെ മരുമോളോട് ആദ്യം അടുക്കാൻ പറ. ഞാൻ മിണ്ടാൻ നിൽക്കൂല. എന്തേ ഇത് എന്തൊരു കഷ്ടം! ഉറങ്ങാനും കണ്ടില്ല, രാശയിലും കിടന്ന് ഉറങ്ങില്ല, കിടന്ന് ഇങ്ങനെ പിന്നോ നോക്കും. നീ എന്തിനാ ഇപ്പൊ എന്റെ മോനെ അടിച്ചേ? ഞാൻ അടിച്ചൊന്നുമില്ല, ഞാൻ നീ തട്ടിയില്ലേ. നല്ല പോലെ അടിച്ചു, ഞാൻ കണ്ടു. നിനക്ക് അടിക്കാനൊന്നും അനുവാദം തന്നിട്ടില്ല ഇവിടെ ആരും. അവിടെ കുഴി വന്നു അടിച്ച കാലത്ത്. എടി, എന്റെ മകൻ ചിലപ്പോ ഉച്ചക്കും എണീക്കും, വൈകുന്നേരം എണീക്കും, ചിലപ്പോ എണീക്കുകയും ചെയ്യില്ല. അതിന് നിനക്കെന്നാ പ്രശ്നം? എനിക്കെന്നാ പ്രശ്നം? അധികം ഡയലോഗ് കണ്ട് വെട്ടി വിഴുങ്ങ്. വെറുതെ അല്ലല്ല. എനിക്ക് വേണ്ട. എന്റെ വീട്ടിലെ ഫുഡ് എന്റെ വീട്ടിൽ ഞാനല്ലേ വെച്ചുണ്ടാക്കുന്നേ. അമ്മേനെ കാശ് കൊടുത്തേക്ക്. എന്റെ ചക്കിന് നല്ലോണം നൊന്തു അടിച്ചിട്ട്. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്താ അടി? പിന്നെ നിങ്ങൾക്ക് അവിടെ കുഴി വരാൻ എന്താ ഗർത്തം കാണണല്ലേ? എന്നെ ഒന്ന് തിന്നാൻ ആസ്വദിക്കൂ. ഈ മുസ്റ്റടിക്കുന്ന കണ്ടുപിടിച്ചവനെ ഉണ്ടല്ലോ, എന്റെ കൈ കിട്ട് ഗീർക്കളി ഓടിക്കണ പോലെ ഓടിക്കണം. ചേച്ചി അടിക്കാണ്? അല്ലടി, പഠിക്കാണ്. ഓ, പഠിപ്പിക്കണമെങ്കിൽ ഞാൻ പഠിപ്പിക്കാം. ആദ്യം നീയേ ചൂല് പിടിക്കാൻ പഠിക്കും, എന്നിട്ട് നീ പഠിപ്പിക്കാൻ വാ. ഓ, നമ്മളൊരു ഉപകാരമുള്ളൊരു കാര്യം പറയാൻ വന്നേയിരുന്നു. ഇനിയിപ്പോ നമ്മളെ കളിയാക്കിയ സ്ഥിതിക്ക് പറയണ്ടല്ലോ. എനിക്ക് ഉപകാരമുള്ള കാര്യമോ? പിന്നെ എനിക്ക് ഉപകാരമുള്ള കാര്യമാണെങ്കിൽ ഞാൻ പറയാൻ വരുമോ? എന്താടി എന്റെ വിസ വന്നാ? അതും ഒരു കാലത്ത് വരത്തില്ല ചേച്ചി, അത് നോക്കി നിൽക്കണ്ട. പിന്നെന്ത് കാര്യം? ചേച്ചി, ഈ താമരയും സൂര്യൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലില്ലേ, അവരിത് വെക്കാനിക്കുവാ. നല്ല ഹിറ്റ് ചാനലല്ലേ? ആ ചാനൽ കിട്ടിക്കഴിഞ്ഞ ചേച്ചി പിന്നെ ആരാ? മില്യൺ വ്യൂസ് ഉള്ള ഒരു യൂട്യൂബർ. നാഷണൽ ലെവലിൽ ഹിറ്റ് ആവൂലേ? നാഷണലോ ഇന്റർനാഷണൽ ലെവൽ വരെ ഹിറ്റ് ആവും. കൊള്ളാലോ. ഞാൻ പോയി ഡീറ്റെയിൽസ് വെച്ചിട്ടേ. അല്ല, ഇതെന്തിനാണ്? അടിക്കാൻ. ഞാനോ? മര്യാദക്ക് വൃത്തിയായിട്ട് അടിക്കും കേട്ടാ. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? നീ എന്താണ് ചെറുക്ക ഉറങ്ങാത്തത്? ഉറക്കം വരാത്തോണ്ട്. ഇടാ അതല്ലേടാ ചോദിച്ചേ, എന്താ ഉറക്കം വരാത്തതെന്ന്. അച്ഛാ, അത് കണ്ണങ്ങ് അടയ്ക്കുമ്പോഴേ അങ്ങ് പേടിക്കുവാണ്, ഇങ്ങ് ഞെട്ടി എണീക്കും അപ്പൊ തന്നെ. നീ എന്റെ മോനെന്താ അങ്ങനെ ഞെട്ടി നിൽക്കുന്നേ? പേടിയാമ്മ, എനിക്ക് അറിയില്ല എന്താന്ന്. നീ ഒരു പേടുത്തൂരയാണോ? ഓടി. എന്റെ മകൻ അങ്ങനെ പേടിത്തൂരിയൊന്നുമല്ല. പേടുത്തൂരല്ലാഞ്ഞിട്ടാണോ രാത്രി ഉറക്കം പോയി കുത്തിയിരിക്കുന്നത്? മക്കളെ, നീ കിടക്കാൻ നേരം നാമം ചോദിച്ചിട്ട് കിടക്കാൻ മേലായിരുന്നു. ഞാൻ ഈ ഹനുമാൻ ചാലീസൊക്കെ ചൊല്ലിയിട്ട് അച്ഛമ്മ ഈ കിടന്ന് ഉറങ്ങുന്നേന്നും. എടാ, ഇതൊരു പാരമ്പര്യ രോഗാടാ. പാരമ്പര്യ രോഗം? നിന്റെ അച്ഛനും രാത്രി ഇതേപോലെ നിന്റെ പ്രായത്തില് പേടിച്ച് ഉറക്കം പോയി കുത്തിയിരുന്നിട്ടുണ്ട്. ഞാനങ്ങനെ പേടിച്ച് കുത്തിയിരുന്നിട്ടൊന്നുമില്ല. കേട്ടോ അമ്മ? അമ്മയ്ക്ക് ഓർമ്മയില്ലേ ചേട്ടൻ ഉറക്കം പോയി രാത്രി കുത്തിയിരുന്നിട്ട് അച്ഛൻ ആനവാൽ മോതിരം വാങ്ങിച്ച് കെട്ടിക്കൊടുത്തത്? അത് ശരിയാ, ആനവാൽ മോതിരേ ഇതിന് ബെസ്റ്റാ. എന്നാ സഞ്ജുവിനും അതുപോലെ ഒരു ആനവാൽ മോതിരം മേടിച്ചു. അച്ഛാ, പുലിപ്പല്ല് കിട്ടോ? പുലിപ്പല്ലേ? അതെന്തിനാ? ഞാൻ റീൽസിൽ കണ്ട് ഈ പുലിപ്പല്ലിട്ടാലേ ഇങ്ങനത്തെ പേടിയൊക്കെ മാറുന്നു. മുളയൊക്കെ അവിടുന്ന് പുലിപ്പല്ലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ ഇതിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അവസാനം ഞാൻ പോയി അകത്ത് കിടക്കേണ്ടി വരും. വാ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ ഗ്ലൂക്കോസ് വെള്ളം കലക്കി തരാം. ഹോർലിക്സ് വാ. ചേട്ടാ, അച്ചക്കനെ പറ്റിക്കല്ലേ. ഒറിജിനൽ ആനവാൽ മോതിരം തന്നെ വാങ്ങിച്ചു കൊടുക്കണോട്ടാ. നിനക്ക് എന്തിന്റെ കേടാടി? അതെ, അമ്മയ്ക്ക് ചേട്ടന്റെ സ്വഭാവം അറിയാത്തോണ്ടാ വെള്ള കടയിൽ നിന്ന് കറുത്ത നൂല് വാങ്ങിച്ച് കെട്ടി ആ ചെക്കനെ പറ്റിക്കും. എല്ലാവർക്കും നിന്റെ സ്വഭാവമാണെന്ന് അറിയാലോ. എന്റെ സ്വഭാവത്തിന് എന്താ കുഴപ്പം? നല്ല തങ്കപ്പെട്ട സ്വഭാവമല്ലേ എന്റെ? ഓ, തങ്കപ്പെട്ട സ്വഭാവം. എഴുന്നേറ്റ് കൂടി അവിടുന്ന്.
ഹോ മോനെ പറഞ്ഞപ്പോ പൊള്ളി. ഞാൻ പോണ്. ഈ വീട്ടിലൊരു സാധനം വെച്ചാ പിന്നെ കാണത്തില്ല. അച്ഛാ, എന്താടി? അച്ഛ ഇവിടെ എന്താ എടുക്കണേ? ഞാനിതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെക്കുമായിരുന്നു. ഇതൊക്കെ ഓൾറെഡി അടുക്കി പെറുക്കിയിരുന്ന സാധനമാണല്ലോ, അല്ലെങ്കിൽ ആക്കിയിട്ട് വീണ്ടും അടുക്കി പെറുക്കി വെക്കും. അച്ഛാ, നിനക്കിപ്പോ എന്താടി വേണ്ടത്? അതെ, ഇവിടെ നോക്ക്. ആ നമുക്കേ പാർട്ട്ണർഷിപ്പിൽ ഒരു പരിപാടി തുടങ്ങിയാലോ? എന്ത് പരിപാടി? എന്റെ യൂട്യൂബ് ബ്ലോഗിംഗ് ഒക്കെ ഇല്ലേ, കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യാം. നിന്റെ യൂട്യൂബിന്റെ പുറകെ നടന്നാലേ ഇവിടുത്തെ അടുപ്പില് അരി വേകില്ല. ഓ, അല്ലെങ്കിൽ അമ്മ കുടുംബശ്രീ പോയി ചിട്ടി പിടിച്ചിട്ടല്ലേ ഇവിടുത്തെ അടുപ്പ് അരി അച്ഛനും ശ്രമിച്ചിട്ടൊന്നല്ലോ. വേണ്ട വേണ്ട, നിന്റെ ഈ 5, 4, 10 പേരുള്ള യൂട്യൂബ് ചാനൽ കയറിട്ട് എന്തോ കിട്ടാനാണ്? അതിന് 5, 4, 9 അല്ലേ? വഴിയെടുത്ത് കണക്ക് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നുള്ളൂ. അച്ഛാ, അതിന് എന്റെ യൂട്യൂബ് ചാനൽ അല്ല തുടങ്ങണേ. പിന്നെ അച്ഛാ, ഈ താമര സൂര്യൻ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ കേട്ടല്ലേ? ഭയങ്കര ഫേമസ് യൂട്യൂബ് ചാനലാ. അത് വെറും 15 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനായിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനലിന് 15 ലക്ഷം രൂപ? അത് ഇത്ര വലിയ എമൗണ്ട് ഒന്നല്ല. കൊള്ളാല. അച്ഛാ, അതിലൊരു വീഡിയോ ഇട്ടല്ലേ മില്യൺസ് വ്യൂസാ. പിന്നെ ഞാൻ ആരായി? നീ പോയ ഇവിടുന്ന്. ഇവിടെ വന്നാ നിന്റെ തൊട പിച്ചിയൻ തൊലിയെടുക്കും. ചേട്ടാ, അവളുടെ ആഗ്രഹമല്ലേ, അതൊന്ന് സാധിപ്പിച്ചു കൊടുത്തൂടെ? വെറും 15 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. വെറും 15 ലക്ഷം രൂപയേ ഉള്ളൂ. നീ ഇവളുടെ ആരാ? അപ്പച്ചി ആണല്ലോ, എന്നാ നീ മേടിച്ചു കൊടു. എന്റെ കയ്യില് 15 ലക്ഷം ഉണ്ടെങ്കിൽ മോളെ ഞാൻ വാങ്ങിച്ചു തന്നെ. ആ പോയെ 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 സമയം എനിക്കെടുത്താ നീ. അതെ, ആ എനിക്ക് ആരും വാങ്ങിച്ചൊന്നും തരാ. എന്റെ വീതത്തിൽ നിന്ന് കുറച്ചാൽ മതി. എന്റെ വീതം കൂടെ തന്നെ. എന്തുവാ വീതം? എനിക്കുള്ള വീതം ഇതുവരെ കിട്ടിയിട്ടില്ല. എന്നിട്ട് വേണം നിനക്ക് വീതം ഉണ്ടാക്കാൻ. ഓ പോടിയെടുന്ന്. അച്ഛനെ ഞാൻ അനുഭവിക്കും. ആ അനുഭവിച്ചോളാം. ചേട്ടന്റെ മക്കള് വീതൊക്കെ ചോദിക്കാൻ തുടങ്ങിയില്ലേ? സന്തോഷായ? ചേട്ടാ, ചേട്ടൻ ആനവാൽ മുദ്ര വാങ്ങാൻ പോകുമ്പോഴേ എന്റെ മോൾക്ക് കൂടി പറഞ്ഞ വാങ്ങിക്കൂ. സൗകര്യമില്ല. എന്താട്ടത്? ചേട്ടന്റെ മോളല്ലേ അവള്. ചേട്ടന്റെ മോളായാലും ചേട്ടന്റെ സഹോദരിയുടെ മോളായാലും എനിക്ക് നല്ല സൗകര്യമില്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. നിങ്ങളുടെ സൗകര്യം എനിക്ക് വേണ്ട. വേണ്ട, നീ തന്നെ മേടിച്ചു കൊടുക്കണ്ട്. നീയല്ലേ അവളുടെ തള്ള. മേടിച്ചു കൊടുക്കടി. എന്തായാലും വാങ്ങാൻ പോണല്ലേ, ഒരെണ്ണം വാങ്ങിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പറ്റിയല്ല. വേണ്ട, ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. ഓ വാങ്ങിച്ചു കൊടുത്തോളാം ഞാൻ. ആ കൊടുത്തോളാം. എന്നാൽ ഈ സാധനം എവിടെ പോയി? ഇവരിതെടുത്ത് എല്ലായിടത്തും കൊണ്ടും. ചേട്ടൻ നിന്ന് തപ്പണത്? എന്റെ വീട്, എന്റെ സൗകര്യം, എന്റെ മുറി, ഞാൻ എനിക്ക് വെച്ചിരിക്കുന്ന പലതും തപ്പ്. നീ ആരാതൊക്കെ ചോദിക്കാൻ? ചേട്ടൻ ചേച്ചിയുടെ പേഴ്സാണ് തപ്പണത്. നീ നിന്റെ കെട്ടിയവന്റെ പണി എനിക്കില്ല. എന്റെ കെട്ടിയോട് പറയേണ്ട കാര്യമില്ല. ഇത് എന്റെ വീടാ, എനിക്ക് ഇവിടെ അവകാശമുള്ള വീടാണ്. നിന്റെ അവകാശം ആയിക്കോട്ടെ. എന്റെ ഭാര്യയെ പറ്റി നീ എന്തിനാ പറയുന്നത്? വെറുതെ മക്കള് വീതം വാങ്ങിക്കാൻ വീതൊക്കെ ചോദിച്ചോണ്ടിരിക്കണത്. മക്കൾക്ക് ബോധം ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ ചോദിക്കും. എന്ത് ബോധം? PSC പഠിക്കണ പേടിച്ചിട്ടല്ലേ അവന് ആനവാൽ മുതലൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പോണത്. നിനക്ക് എന്തിന്റെ കേടാടി? നീ എന്തിനാ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത്? ഇവിടുത്തെ സൗകര്യങ്ങളെ. എനിക്ക് സൗകര്യക്കേടൊന്നും കളയൊന്നും വേണ്ട. ഞാൻ എന്റെ അമ്മയെ കാണാൻ വന്നതാ. എന്റെ അമ്മയെ നിങ്ങൾ എല്ലാവരും കൂടി പീഡിപ്പിക്കല്ലേ? ആ നീ ഇപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോണ്ടല്ലോ അമ്മ കൂടുതൽ പീഡിപ്പിക്കപ്പെടുക. എന്തൊട്ട് ചെയ്തിട്ട്? നീ മനസ്സമാനം കൊടുത്തിട്ടുണ്ടോ? ഞാൻ എന്ത് കൊടുക്കാണ്ട് ചേട്ടൻ പറയണത്? നീ വരുന്നവരെ ഈ വീട്ടിലൊരു വഴക്കെന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ആൾക്കാർ തമ്മി കണ്ടാണ്ടല്ലോ, പിള്ളേര് പോലും തമ്മി കണ്ട വഴക്ക. അതിനൊരൊറ്റ കാരണം നീയാ. ചേട്ടാ, വഴക്ക് കൂടാൻ മുട്ടി നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തേക്ക് അവരെ എപ്പോഴെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വഴക്ക് കൂടിക്കോളും. ഒരാൾ വന്നിട്ട് വേണ്ട പൊട്ടിത്തെറിക്കാനായിട്ട്. ഓൾറെഡി പൊട്ടാനായിട്ട് മുട്ടി നിൽക്കണം ഇവിടെ എല്ലാവരും. നീ ഇങ്ങനെ തുള്ളി തുള്ളി പറയണ്ട. നിന്റെ കഴുത്തിന് ഒട്ടും നാക്കാ. ആ നാക്ക് മുഴുവൻ വിഷവാ, എനിക്കറിയാം. അയ്യോ, നാക്കില്ലാത്ത ഒരാള്. ഇതേ ഈ കെട്ടുന്നതിന് മുമ്പ് നീ ഈ വീട്ടിൽ കാണിച്ചു കൂട്ടിയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. എന്നെ 2ാം തരമായിട്ട് കണ്ടാൽ എന്റെ സ്വഭാവം മാറും. നിന്നെ 2ാം തരമല്ല 10ാം തരമായിട്ടാണ് കാണുന്നത്. മനുഷ്യനെ സ്വൈര്യമായി ജീവിതത്തിൽ വേണ്ടു. നിനക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് എവിടെ ഉണ്ടോ അതില്ലാതെ. ഇവിടെ നല്ല സൗകര്യം ഉണ്ടല്ലോ. ഉണ്ട്. നല്ല സമാധാനമുള്ള ആൾക്കാരെ എന്നും സമാധാനമായിട്ടിരിക്കും. ഒരാൾ വന്ന് സമാധാനം കളയേണ്ട കാര്യമൊന്നുമില്ല. എനിക്ക് നിങ്ങളുടെ സ്വഭാവം നേരത്തെ തന്നെ അറിയാം. ഓ, നീ ഇവിടെ വന്ന് നിന്നപ്പോഴേ എനിക്ക് തോന്നി ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വന്ന മാടപ്രവാ നീ എന്ന്. ചേട്ടൻ തപ്പിക്കോ. ആ ഞാൻ തപ്പും. നീ പോയേ. തപ്പ്. നീ പോ. ഇവിടെ CCTV വെച്ചിട്ട് നോക്കാം എന്തൊട്ട് തപ്പണേത്. കാണാ. ഞാൻ പോണ്. മക്കളെ, ഇത് കയ്യിലേക്ക് കിട്ടിക്കോ. ഇനി എന്റെ മോൻ പേടിക്കത്തൂല്ല, ഞെട്ടി ഉണർത്തൂല്ല. കൂട്ടുകൊണ്ടു.
എനിക്കും ഒന്ന് വല്ല മനോരോഗ വിദഗ്ധനെ അങ്ങാനും കാണിക്കാന്നാണ്. ഈ പ്രായത്തിൽ എനിക്ക് വട്ടാന്നാണ് അമ്മ പറയുന്നത്. മരുന്ന് കഴിച്ചാ മാറും മോനെ. എനിക്ക് അങ്ങനെ ഈ പ്രായത്തിൽ മരുന്നൊന്നും കഴിക്കണ്ട. എടി എന്റെ പഴയ പെട്ടി എന്തിയടി? നിങ്ങൾക്ക് എന്തിനാ ഇപ്പൊ ആക്രിപ്പെട്ടി? ആക്രിപ്പെട്ടിയോ? എടി അതെന്റെ നൊസ്റ്റാൾജി പെട്ടിയാണ്. ആ നൊസ്റ്റാൾജിയ പെട്ടിയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ചു നോക്കണം. അല്ലാണ്ട് അവിടെ ഇവിടെ ഇട്ടതുകൊണ്ടാണ് ഞാനെടുത്ത് പുറത്തു കൊണ്ടിട്ട്. എടി അതിനകത്താണെന്ന് എന്റെ ഇവന് കൊടുക്കേണ്ട ആ മോതിരം ഇരിക്കുന്നത്, ആനവാൽ മോതിരം. ആ അതെയാ? പിന്നല്ലാതെ ഞാനെങ്ങനെ അറിഞ്ഞു? അവിടെ ഇവിടെ ഇട്ടത് കൊണ്ടോ ഞാൻ ബാക്കിൽ കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. ഇതെന്ത് കഷ്ടമോ ഇത്? എടാ പഴയ മോതിരമാണെങ്കിൽ അതിന് ശക്തിയൊക്കെ പോയിട്ടുണ്ടാവും. അമ്മയ്ക്ക് അറിയാഞ്ഞിട്ടാ. ഇത് നിലമ്പൂർ കാട്ടിലെ കാട്ടുകൊള്ളി കണാരൻ എന്ന് പറയുന്ന വലിയ ആനയുടെ വാലിൽ നിന്ന് എടുത്ത ആ മോതിരം. അത് അച്ഛൻ അങ്ങനെ പഴയ മോതിരം പറ്റിക്കാണെന്ന് നോക്കണ്ട. എടാ പൊട്ടൻ ചെറുക്ക, ഈ കാട്ടുകൊള്ളി കണാരൻ എന്ന് പറഞ്ഞ ആന ഒരു മുട്ടൻ ആനയാ. അത് ചരിയുന്നവരെ ഒരാളുടെ ഒരു മൃഗത്തിന് മുമ്പ് ഒരു തോക്കാത്തൊരു ആനയാ. അതേന്ന് അതിന്റെ മോതിരം എടുത്ത് കയ്യിലിട്ടാണ്ടല്ലോ, പിന്നെ നീ ലോകത്ത് ഒരിക്കലും ആരെയും പേടിക്കേണ്ടി വരില്ല. എന്നാ പിന്നെ മോതിരം വേണം എനിക്ക് താച്ചാ. എടാ കുരങ്ങ, അത് കിട്ടണ്ടേ? അതാ പെട്ടിക്കകത്തിരിക്കാന്ന്. അല്ല അത് നോക്കാം, വാ എന്നാല്. ആ എന്നാ വാ നടക്ക്. എവിടാ കൊണ്ടോ വച്ചിരിക്കുന്നത്? പിറകില്. ഇവിടെ ഇരി കേട്ടാ. അല്ല അച്ഛൻ അതെ, എന്തായാലും അച്ഛൻ മോതിരം എടുക്കുമല്ലോ, എന്നിട്ട് നമുക്ക് നോക്കാം. എന്നിട്ട് ചെറുടെ പിന്നെ കേട്ടാ. മോനെ ഇത് കെട്ടിയാ നിന്റെ പേടി മറന്ന് അച്ഛമ്മ പറഞ്ഞ സത്യം. ഇവര് പറയുന്നത് കേൾക്കരുത്. കാട്ടുകൊള്ളി വലിക്കും ഇത് വലിക്കും നമുക്ക് നോക്കാം. കുഴപ്പമില്ല. ഇങ്ങനെ വെച്ചോ. പിള്ളേർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ലാതായി. ഞാൻ ആ ഭാഗത്തായിട്ടാ വെച്ചത്. എവിടുന്നായാലും അത് കിട്ടിയിരുന്നെങ്കിൽ നിന്റെ കണ്ണിയും കുത്തി പൊട്ടിക്കും. ആ എന്നെ കാണാതെ നിങ്ങൾക്ക് ഇത്ര പ്രശ്നമൊന്നും കാണുന്നില്ലല്ലോ. നിന്നെ കാണാതായിട്ട് എന്താ കാര്യം? എനിക്ക് അതിനകത്ത് എന്റെ നൊസ്റ്റാൾജിയ. ഓ കണക്കായി. എവിടെ? ഇതായിരിക്കുന്നു. ആ അവിടെ ഉണ്ടാ? ഞാൻ എടുത്തരാം. തല ഞാൻ തലയൊന്നും മുറിക്കാം. പത്താം ക്ലാസ് പാസ്സാകുമ്പോൾ മിലിറ്ററി ചേരാൻ വേണ്ടി എന്റെ അച്ഛൻ മേടിച്ചു തന്ന പെട്ടിയാ. എന്നിട്ട് നിങ്ങൾ മിലിറ്ററി ചേർന്നില്ലേ? എനിക്ക് എന്റെ അച്ഛനും അമ്മയും പിരിയാൻ പറ്റത്തില്ലായിരുന്നു. പോയി പകുതി വഴിയായപ്പോൾ ഞാൻ തിരിച്ചു പോകും. ഇത് കണ്ട എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരൊക്കെ ഒപ്പിട്ടതേ ഓട്ടോഗ്രാഫ്. KM വാസു, കുമാരൻ. ഇത് കണ്ട എന്റെ അച്ഛൻ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചിരുന്ന കാറാ. നിങ്ങൾ ഈ ജാമ്പവാന്റെ കാലത്തുള്ള സാധനങ്ങളൊന്നും കാണിക്കാണ്ട് ആ മോതിരം തപ്പിയെടുക്കാൻ നോക്ക്. നോക്കല്ലേ? എന്തായാലും മിലിറ്ററി ചേരാഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ആർമി രക്ഷപ്പെട്ടല്ലേ? പൊടി ഹായ്. സഞ്ജുവിന് കൊണ്ടു കൊടുക്കാത് കൊടുക്കാം. എനിക്ക് കൊള്ളുവോ? ഓ മിലിറ്ററി ചേർന്നിരുന്നെങ്കിൽ നിന്നെക്കായാലൊക്കെ വർക്കത്തുള്ള നല്ല പെണ്ണിനെ എനിക്ക് ഭാര്യയായിട്ട് കിട്ടി. എന്റെ വിധി. ഞാനൊന്നും ഇട്ടോക്കട്ടെ. ഏത് വിരലിന് എല്ലാ വിരലിനും മോതിരമുണ്ട്. ഇതെനിക്ക് കറക്റ്റ് അല്ലേ? എനിക്ക് ചെറുവിരൽ ഇടാൻ വേണ്ടി അച്ഛൻ തന്നതാ. എന്താ നിങ്ങൾ ഈ പെട്ടി എടുത്തിട്ട് എവിടെയാ പോകുന്നത്? എന്റെ നൊസ്റ്റാൾജിയ അല്ലേ? ഈ നൊസ്റ്റാൾജിയ ഞാൻ പൊടി തട്ടി കൊണ്ടുതരാം. നീ എങ്ങനെ എന്റെ നൊസ്റ്റാൾജിയ പൊടി തട്ടുന്നത്? നൊസ്റ്റാൾജിയ പൊടി തട്ടാന്നല്ല, ഈ പെട്ടി പൊടി തട്ടി കൊണ്ടുതരാന്ന്. ആ ഇത് നല്ല വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണേ. ഞാനിതുകൊണ്ട് അവന് കൊടുത്തിട്ട് വരാം. സൂക്ഷിച്ചു വേണം കേട്ടാ. എന്റെ ബിസിനസ് തുടങ്ങാൻ എനിക്ക് ലോൺ കിട്ടുമോ? എന്ത് ബിസിനസ് തുടങ്ങാന്? എന്റെ യൂട്യൂബ് ചാനല് താമരയും സൂര്യനും. യൂട്യൂബ് ചാനലിന് വേണ്ടി അങ്ങോട്ട് എഴുതി, നിനക്ക് ഇപ്പൊ കിട്ടും ലോണ്. ഏവൻ വേറും പേടിത്തൂറിയ ചേച്ചി അങ്ങ് തുടങ്ങിയവൻ പറയണെന്ന് കേക്കണ്ടേ? പേടിത്തൂർ നിന്റെ മറ്റവൻ. എനിക്ക് മറ്റവനില്ല. എന്നാ നിന്റെ അച്ഛൻ. അച്ഛനല്ലടാ, അച്ഛന്റെ മൂത്തൊരു പുത്രനുണ്ട്.
പേടുത്തൂറി പേടുത്തൂറി പേടുത്തൂറി. ഇതാ, അച്ഛനെ പറ്റി ഇവൻ പറഞ്ഞോളൂ. അച്ഛൻ സൂപ്പറാന്ന് പറഞ്ഞേ. അച്ഛൻ സൂപ്പർ അല്ലടാ, അച്ഛൻ സൂപ്പർമാനാ. അച്ഛ ഇത് നിലമ്പൂർ കാടുകളെ വിറപ്പിച്ച് നടന്ന കാട്ടുപുള്ളി കണാരന്റെ വാഴകൾ ഉണ്ടാക്കിയ മോതിരല്ലേ. ഇതുപോലൊരെണ്ണം കയ്യിലുണ്ടെങ്കിലേ നിനക്ക് ഒരുത്തനെ ഒരുത്തിയും പേടിക്കാം. ആ